74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തൃശൂരുകാർ സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു വിട്ടത് വെറുതെയായില്ല. ഇതുവരെ കേരളത്തിനു വേണ്ടി ഒരു പാർലമെന്റ് അംഗവും ചെയ്യാത്ത പ്രവർത്തനമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അനീതി മറ്റൊരു സംസ്ഥാനത്തിന്റെ പാർലമെന്റ് അംഗം സഭയിൽ പങ്കുവയ്ക്കുമ്പോൾ കൈമലർത്തി കാട്ടിയാണ് വോട്ട് ചെയ്ത മലയാളികളോടുള്ള കടപ്പാട് സുരേഷ് ഗോപി പ്രകടിപ്പിച്ചത്. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിനും തമിഴ്നാടിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് അവഗണനയാണ് ലഭിക്കുന്നതെന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കനിമൊഴി പ്രസംഗത്തിൽ പറഞ്ഞതിന് പിന്നാലെ BJP MPയായ സുരേഷ് ഗോപി കൈമലർത്തി കാണിക്കുകയായിരുന്നു. ഇത് കണ്ട് ചിരിച്ച കനിമൊഴി, ആമ നീങ്ക രണ്ട് കൈയും വിരിച്ചു കാട്ടുങ്ക യൂണിയൻ ഗവൺമെന്റും അതേ കൈവിരിപ്പുതാ എന്ന് പറഞ്ഞതോടെ സുരേഷ് ഗോപി വീണ്ടും കൈമലർത്തി കാണിക്കുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ കേരളത്തെ തഴയുന്നതിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം ചിലവാക്കിയ തുക തിരിച്ചു ചോദിച്ച് കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്രം. ഈ അവസ്ഥയിലാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ കേരള ജനത ജയിപ്പിച്ചയച്ച പാർലമെന്റ് അംഗം കൈമലർത്തി കാണിക്കുന്ന അവസ്ഥ. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന്റെ പണം തിരിച്ചു ചോദിച്ച കേന്ദ്ര നടപടിക്കെതിരെ ഇന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായി. വയനാട് ദുരന്തത്തിന്റെ പണം തിരിച്ചു ചോദിക്കുന്നു എന്ന പേരിൽ കഴിഞ്ഞ 8 വർഷമായുള്ള പല ദുരന്ത സമയത്ത് നൽകിയ പണം ഒറ്റയടിക്ക് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രം. ആദ്യ ബില്ല് 2006 ദുരന്തത്തിന്റേതാണ്. ഇതെല്ലാം ഇപ്പോഴെങ്ങനെയാണ് കടന്നു വന്നതെന്നും ഈ സമയത്താണോ എല്ലാ ബില്ലുകളും ഒരുമിച്ച് നൽകുന്നതെന്നും കോടതി കേന്ദ്രത്തോട് ചോദിച്ചു. 132 കോടി കേന്ദ്രത്തിലേക്ക് അടയ്ക്കുന്നതിന് പകരം ഇപ്പോൾ പൂർത്തിയാക്കേണ്ട അടിയന്തര ആവശ്യങ്ങൾക്ക് ചെലവിട്ടൂടെ എന്നും കോടതി ചോദിച്ചു. ഇതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിലൂടെ കേരളം കടന്നു പോകുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ കൈമലർത്തൽ മലയാളികളെ ചൊടിപ്പിക്കുന്നത്. ഇതേതായാലും സുരേഷ് ഗോപിയുടെ കസേരയുടെ ഭാവി ക്രിസ്മസ് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. തൃശൂർ ലോക്സഭാ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. മതവികാരം ഇളക്കിവിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നാരോപിച്ച് AIYF നേതാവ് AS ബിനോയ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പരിഗണിച്ചത്. തിരഞ്ഞെടുപ്പ് കേസുള്ളതിനാൽ പിടിച്ചുവച്ചിരിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അപേക്ഷയും അവധിക്ക് ശേഷം കോടതി പരിഗണിക്കും. അതേതായാലും കേരളത്തിന്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന BJPയുടെ സ്ഥിരം ഡയലോഗ് ഇനി ചിലവാവുമെന്ന് തോന്നുന്നില്ല.